ഹായ് ഹോൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. മലബാർ സ്പെഷ്യലായ മുട്ടമാലയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. സൽക്കാരങ്ങളിൽ എന്നും മുൻപന്തിയിൽ ഞാൻ തന്നെയാണ് സുന്ദരി. അപ്പം ഞങ്ങളുടെ നാട്ടിലെ സൽക്കാരങ്ങളിൽ ഇത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു ഐറ്റംസാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ മുട്ടമാല എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഞാനിത് 35 മുട്ട എടുത്തിട്ടുള്ളത്. സാധാ മുട്ട 30ഉം 5 നാടൻ കോഴിയുടെ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി കഴുകിയതിന് ശേഷം ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. വെള്ള ഒരു ബൗളിലും ഇട്ട് കൊടുക്കാം, മഞ്ഞക്കരു വേറൊരു ബൗളിലും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു മഞ്ഞ കരുവിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു കവറില്ലേ, അത് ഈ ഒരു മഞ്ഞ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുമ്പോൾ അതിൽ ആകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ മുകൾ ഭാഗത്തുള്ള കവറ് വെള്ളയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു മഞ്ഞയിൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മുട്ടമാല നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റില്ല. ഞാനിത് ഈ ഒരു വെള്ള ഇട്ട് കൊടുത്തില്ലേ, അതിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതേ രീതിയിൽ തന്നെ അടുത്തതും ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെ ഈ ഒരു 35 മുട്ടയും ചെയ്തെടുക്കണം. നാടൻ കോഴിയുടെ മുട്ട ഉണ്ടെങ്കിൽ മാത്രമേ നല്ല മുട്ടമാല ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 30 സാധാ മുട്ടയ്ക്ക് 5 നാടൻ കോഴിയുടെ മുട്ട എടുത്തിട്ടുള്ളത്. ഈ കവർ ഒരിക്കലും ഈ ഒരു മഞ്ഞ ഇട്ട് കൊടുത്തില്ല, അതിലാവാൻ പാടില്ല. പിന്നെ ഞങ്ങൾ ഈ മുട്ടമാല നന്നായി കിട്ടില്ല. അഥവാ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി കൊടുക്കണം. അങ്ങനെ ഇതാ മുഴുവനായിട്ടും ഞാനിത് 2 സെപ്പറേറ്റ് ആയിട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ബൗളിലായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഈ ഒരു വെള്ളയില്ല, അതിനെ കൊണ്ട് ഞങ്ങൾക്ക് പിഞ്ഞാണത്തപ്പം തയ്യാറാക്കിയിട്ടെടുക്കണേ. പിന്നെ ഇത് ചെയ്തെടുക്കുമ്പോൾ ഒരല്പം പോലും എണ്ണയുടെ അംശം ഇതിൽ പെട്ട് പോകാൻ പാടില്ല. അഥവാ എണ്ണയുടെ അംശം ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു മുട്ടമാല നന്നായിട്ട് കിട്ടില്ല. ഇനി ഒരു വെള്ള കൊണ്ട് പിഞ്ഞാണത്തപ്പം തയ്യാറാക്കിയിട്ടെടുക്കാം. ഞങ്ങൾ ആദ്യം മുട്ടമാല വലിക്കും പിന്നെ ഇതിൻ്റെ ഒരു പിഞ്ഞാണത്തപ്പം തയ്യാറാക്കിയിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇതൊരു മിക്സിയുടെ ജാറിൽ 1/2 കപ്പ് മൈദമാവും 1/2 കപ്പ് പാൽപ്പൊടിയും 1/4 ടീസ്പൂണോളം ഏലക്കായ് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മുട്ടയുടെ വെള്ളയില്ല അതുകൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതാ ഈ ഒരു മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ടമാല എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കണ്ടേ. അതിനുവേണ്ടി ഞാനിത് ഒരു ഡിസ്പോസിബിളിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തതാണ് ഈ ഒരു ഡിസ്പോസിബിളിൻ്റെ ഗ്ലാസ്. ഞാൻ ഒരു കയ്യിലെടുത്തിട്ടാണ് എടുക്കാറുള്ളത്. അതിന് ഇതേപോലെ ഒരു ഹോൾസാക്കിയിട്ട് വെച്ചതാണ്. മുട്ടമാല തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ മാത്രം ചെയ്താലും ഇതേ രീതിയിൽ ചെറിയൊരു ഹോൾസ് ഡിസ്പോസിബിളിൻ്റെ ഗ്ലാസ്സിന് ആക്കി കൊടുത്തിട്ടാണ് മുട്ടമാല വലിക്കുന്നത്. അപ്പോഴേക്കും ഇത് ആവി ചെമ്പ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു പ്ലേറ്റ് വെച്ച് അതിൽ കുറച്ച് ഗീ തടവിക്കൊടുത്ത് ഈ ഒരു മുട്ടയുടെ വെള്ള ഇതിലേക്കൊഴിച്ച് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം മലബാറിലെ മാല എങ്ങനെ വലിച്ചെടുക്കേണ്ടതെന്ന് കാണണ്ടേ. അതിന് വേണ്ടി ഞാൻ അടുപ്പിലൊരു പാത്രം വെച്ചിട്ട് ഈ ഒരു കപ്പിൽ 2 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 3 കപ്പ് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പഞ്ചസാര നന്നായിട്ട് മെൽട്ടായി കഴിഞ്ഞാൽ ഇതിലെ മുകളിലായിട്ട് കുറച്ച് എന്താ പറയുക, ഈ ഒരു പഞ്ചസാരയുടെ ഒരു കച്ചറയൊക്കെ ഇല്ല, ആ വേസ്റ്റില്ല, അതൊക്കെ എടുത്ത് നീക്കം ചെയ്യണം. കാരണം ഇത് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ അതിന് മുകളിലായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു പാടയൊക്കെ പൊന്തി വരും. അതൊക്കെ ഒന്ന് നീക്കം ചെയ്യണം. നീക്കം ചെയ്തില്ലെങ്കിൽ നല്ല മുട്ടമാല ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റില്ല. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതാണ് ഈ ഒരു വേസ്റ്റില്ലേ, ഈ പഞ്ചസാരൻ്റെ, അതൊക്കെ എടുത്ത് നീക്കം ചെയ്യണം. അങ്ങനെ ഞാനിപ്പോൾ തൊട്ട് നോക്കുമ്പോൾ ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് ഒരു നൂൽപ്പരുവം എന്ന് പറയുന്നില്ല, അത്ര കട്ടിയിലാവേണ്ട, എന്നാലും ജസ്റ്റ് കൈ കൊണ്ടൊന്നിങ്ങനെ തൊട്ടപ്പോൾ ഇങ്ങനെ നൂൽപ്പരുവം അങ്ങനെ ആ ഒരു ടൈമാണ് മാല വലിച്ചെടുക്കേണ്ടത്. ഞാനിത് ഈ ഒരു ഡിസ്പോസിബിളിൻ്റെ ഗ്ലാസ്സിൽ ഈ മഞ്ഞക്കരുവില്ലേ വേർതിരിച്ച് വെച്ച് അത് ഇതിലൊഴിച്ചിട്ടാണ് മുട്ടമാല തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അങ്ങനെ മാല ഇതൊന്ന് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കണം. എന്നിട്ട് എടുത്തിട്ട് മാറ്റി കൊടുക്കേണ്ടത്. അടുത്തതും അതേ രീതിയിൽ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ തന്നെയല്ലേ മുട്ടമാലയൊക്കെ വലിച്ചെടുക്കാറ്? ഞങ്ങളുടെ നാട്ടിൽ വെള്ളത്തിലാണ് മുട്ടമാല തയ്യാറാക്കിയിട്ട് എടുക്കാറ്. ഈ ഒരു മുട്ടമാല ഇല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ സൽക്കാരങ്ങളിലൊന്നും ഒരു മജ ഉണ്ടാവില്ല.
അതുപോലെ തന്നെ പുതിയാപ്പിളാരൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ നാട്ടിലേക്ക് ഇങ്ങനെ ഈ ഒരു മുട്ടമാലയൊക്കെ വലിച്ചിട്ടാണ് പുതിയാപ്പിളാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മുട്ടമാലയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. മാല വലിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ചില്ലിക്കൊടുക്കണം. എന്നാലേ ഒരു നൂല് പോലെയായിട്ട് മുട്ടമാല നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ ഇപ്പോൾ കട്ട കട്ട പോലെ ഇപ്പോൾ വലിച്ചു കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ചില്ലിക്കൊടുക്കണം. അങ്ങനെ ഇത് നല്ല മുട്ടമാല തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുട്ടമാലയുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മുട്ട വാങ്ങിയിട്ട് ഇന്ന് തന്നെ ഈ ഒരു മുട്ടമാല തയ്യാറാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.